അർജുന ശിബിരത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. കിഴക്ക് വെള്ള കീറാറായി. യുദ്ധസമയം സമാഗതമാകുന്നു. വയ്യ മാധവ. ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മ പിതാമകന് ശരതൽപ്പമൊരുക്കി പിതാമകനെ അതിലേക്ക് ചായച്ചു കിടത്തുമ്പോൾ ആ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയില്ല. വിറയാർന്ന അതിരങ്ങൾ എന്നെ നോക്കി വിതുമ്പുന്നത് പോലെ. വയ്യ മാധവ. അർജുന, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നാണ്. കുരുക്ഷേത്ര യുദ്ധവും ഭീഷ്മരുടെ പതനവും കാലം ആഗ്രഹിച്ചത് തന്നെയാണ്. കഥകളും ഉപകഥകളും പറഞ്ഞ് അങ്ങ് എന്നെ സമരപ്രയത്നാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് മാധവ. അർജുനൻ തന്റെ സ്വകാര്യ ദുഃഖങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. മറ്റു പലരും നഷ്ടമാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ചിന്തിച്ചിരുന്നു പല പ്രാവശ്യം. അതാണ് യുദ്ധത്തെക്കുറിച്ച് സദാ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്ന ഭീമൻചേഷ്ടന്റെ വാക്കുകൾക്ക് വിലയേകാതെ കാട്ടിലും മേട്ടിലും ഇങ്ങനെ നടന്നത്. അർജുനൻ മാത്രമല്ല കാട്ടിലും മേട്ടിലും നടന്നത്. അർജുനന്റെ കൈക്കര്യത്തിൽ വിശ്വസിച്ച മറ്റ് 5 പേർ കൂടിയുണ്ട്. ഞാൻ അറിഞ്ഞിരുന്നു കൃഷ്ണ. പക്ഷേ യുദ്ധാരംഭ ദിവസം പോർമുഖത്ത് ബന്ധുജനങ്ങളെയും ഗുരുപ്രവരന്മാരെയും കണ്ട് ആയുധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുക. ശാസിച്ചും ഉപദേശിച്ചും നാം കർമ്മനിരതനാക്കിയ നീ ഇന്ന് വീണ്ടും. അർജുന, ഒന്നറിയുക, പോർത്തട്ടിലേറിയ ഭീഷ്മരോ ദ്രോണരോ കൃപരോ കൃതവർമാവോ നിന്നോടോ നിന്റെ സൈന്യത്തോടോ തേരാളികളോടോ എന്തെങ്കിലും ദയാദാക്ഷിണ്യങ്ങൾ കാട്ടിയോ? ഇല്ലല്ലോ. അവർ വീരക്ഷത്രിയരാണ്. ക്ഷത്രിയന് യുദ്ധം ഉത്സവമാണ്, സ്വർഗം നേടാനുള്ള പുണ്യോത്സവം. അതെ, മരണം ഉത്സവമാണ്. ആ ഉത്സവം നന്നേ ആഘോഷിക്കുന്ന ഒരേ ഒരാളെ ഈ പാണ്ഡവ ശിബിരത്തിലുള്ളൂ. ആര്? അതാരെന്ന് ഞാൻ പറയാതെ ഭഗവാൻ അറിയാം. യുധിഷ്ഠിരനെയല്ലേ അർജുനൻ ഉദ്ദേശിച്ചതും തീർച്ചയാക്കിയതും? അതേ ഭഗവാനെ. ഭീഷ്മ പിതാമകന്റെ വിറയാർന്ന ചുണ്ടുകളിലേക്ക് ഒരിത്തിരി ഗംഗാജലം ഇറ്റിച്ചു നൽകിയിട്ട് ഞാൻ ചെയ്ത അപരാധമോർത്ത് തളർന്നു നിൽക്കുമ്പോൾ എന്റെ കാതുകളിൽ യുധിഷ്ഠിരൻ ജ്യേഷ്ഠന്റെ അടച്ച ശബ്ദമെത്തി. ഇനി എന്നാണ് നീ ഗുരു ദ്രോണരെ, കൗരവപക്ഷത്തിന്റെ സർവ്വ സൈനാധിപനെ കാലപുരിക്കയക്കുന്നത് എന്ന്? കർണന്റെയും ശകുനിയുടെയും കൃപാചാര്യരുടെയും ശല്യരുടെയും ഒക്കെ മരണം അയാൾക്ക് മുൻനിശ്ചയം പോലെ അറിയണമെന്ന്. അർജുന, ഇന്ദ്രപ്രസ്ഥത്തിലെ കിരീടധാരിയായിരുന്നു യുധിഷ്ഠിരൻ. നീ കരബലം കൊണ്ട് നേടിയ പെണ്ണിനെ വരബലം കൊണ്ട് സ്വായത്തമാക്കിയവൻ. അധികാരവും ആരാധനയും ഒരു ലഹരിയാണ്. അതനുഭവിച്ചറിഞ്ഞവർ, അതൊരിക്കൽ നഷ്ടപ്പെട്ടവർ ഏത് വിധേനയും നേടിയെടുക്കാൻ ശ്രമിക്കും. അതിനായുധമെടുത്ത് യുദ്ധം ചെയ്യണം, അല്ലാതെ അണ്ണിനെ പഴിചാടുകയും കുറ്റപ്പെടുത്തുകയും അല്ല വേണ്ടത്. അർജുന, ഞാൻ യുധിഷ്ഠിരനു മേൽ കുറ്റം ആരോപിക്കില്ല. കാരണം ഈ യുദ്ധത്തിൽ യുധിഷ്ഠിരൻ വിശ്വസിക്കുന്നത് ഒരാളുടെ മാത്രം അസ്ത്രബലത്തിലാണ്. നിണം മണക്കുന്ന പാണ്ഡവ ശിബിരത്തിൽ അയാൾ തളർന്നുറങ്ങുന്നത് അർജുനനെ വിശ്വസിച്ച്. അയാൾ ശുഭാപ്തി വിശ്വാസിയാണ്. നാളത്തെ വിജയി പാണ്ഡവരാവണം. ഹസ്തിനപുരത്തിന്റെ കിരീടം അയാൾക്കുള്ളതാണെന്ന്. ഭഗവാനെ കൃഷ്ണ, നാളത്തെ യുദ്ധവിജയി നീയും കിരീടാവകാശി അയാളുമാണ്. അർജുന, നിന്റെ ദേവദത്തത്തെ എടുത്ത് ഉറക്കയൂതുക. കൗരവ സൈന്യത്തിന്റെ മനഭിത്തികളിൽ ഭയവും പാണ്ഡവരിൽ അത് ഉത്സാഹഭേരിയായും മുഴങ്ങട്ടെ.